പ്രിയ സഹോദരീ സഹോദരന്മാരെ, ആദിമസഭ പ്രശ്നങ്ങളിൽ നിന്ന് മുക്തമായിരുന്നില്ല. വിശ്വാസികൾക്കിടയിൽ പരാതികളും തെറ്റിദ്ധാരണകളും പിരിമുറുക്കങ്ങളും ഉണ്ടായിരുന്നു. ചില വിധവകൾക്ക് അവഗണിക്കപ്പെട്ടതായും ആരും കേൾക്കാത്തതായും തോന്നി. ഇത് സമൂഹത്തെ തകർക്കുമായിരുന്നു. എന്നിട്ടും നമ്മൾ പലപ്പോഴും ഗൃഹാതുരത്വത്തോടെ തിരിഞ്ഞു നോക്കുമ്പോൾ അത് സമാധാനപരമായ കാലമായിരുന്നു, ഒരു പൂർണ്ണതയുള്ള സഭയായിരുന്നു എന്ന് പറയാറുണ്ട്. എന്നാൽ അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ സത്യം പറയുന്നു. ശബ്ദങ്ങൾ ഉയർന്നു, ആവശ്യങ്ങൾ നിറവേറ്റപ്പെട്ടില്ല, യഥാർത്ഥ സംഘർഷം ഉണ്ടായിരുന്നു. അത് കുറ്റമറ്റ ഒരു സഭയായിരുന്നില്ല, അത് ഒരു ജീവനുള്ള സഭയായിരുന്നു. അതാണ് വ്യത്യാസം. ജീവനുള്ളിടത്ത് പിരിമുറുക്കമുണ്ടാകും. ആളുകൾ ആഴത്തിൽ കരുതുന്നിടത്ത് വ്യത്യാസങ്ങൾ ഉണ്ടാകും. സത്യം പ്രാധാന്യമുള്ളിടത്ത് സംഭാഷണം ഉണ്ടായിരിക്കണം. സംഘർഷങ്ങൾ വരുന്നു എന്നതല്ല പ്രശ്നം, നമ്മൾ അവയോട് എങ്ങനെ പ്രതികരിക്കുന്നു എന്നതാണ് പ്രശ്നം. അപ്പോസ്തലന്മാർ സാഹചര്യം അവഗണിച്ചില്ല, അവർ അത് നിയന്ത്രിച്ചില്ല, അവർ ശ്രദ്ധിച്ചു, അവർ പ്രാർത്ഥിച്ചു. പരിശുദ്ധാത്മാവിന്റെ മാർഗനിർദ്ദേശത്തിൽ അവർ വിവേചിച്ചു. തുടർന്ന് അവർ സമൂഹത്തെ പരിഹാരത്തിലേക്ക് ക്ഷണിച്ചു. ആത്മാവും ജ്ഞാനവും നിറഞ്ഞ 7 പുരുഷന്മാരെ നിങ്ങളിൽ നിന്ന് തിരഞ്ഞെടുക്കുക. അവരെ വിഭജിക്കാൻ കഴിയുമായിരുന്ന കാര്യങ്ങൾ വളർച്ചയുടെ ഒരു നിമിഷമായി മാറി. അവയെ തകർക്കാൻ കഴിയുമായിരുന്ന കാര്യങ്ങൾ കൂട്ടായ്മയായി. അതുകൊണ്ട് അത് സമാധാനപരമായ കാലമായിരുന്നു എന്ന് പറയുന്നതിനു പകരം നമ്മൾ പറയുന്നു, അത് ആത്മാവ് നയിക്കുന്ന കാലമായിരുന്നു. പിരിമുറുക്കമില്ലാത്ത ഒരു സഭ നിശബ്ദമായിരിക്കാം, പക്ഷേ ജീവനുള്ളതല്ല. ആത്മാവിനാൽ നയിക്കപ്പെടുന്ന ഒരു സഭ പോരാടിയേക്കാം, പക്ഷേ അത് വളരുന്നു. ഇത് എല്ലായ്പ്പോഴും സഭയുടെ കഥയാണ്. ആദ്യ നൂറ്റാണ്ടുകളിൽ വിശ്വാസികൾ പീഡനം, ആന്തരിക വിയോജിപ്പുകൾ, ജൂതന്മാരും വിജാതീയരും തമ്മിലുള്ള സാംസ്കാരിക പിരിമുറുക്കങ്ങൾ എന്നിവ നേരിട്ടു. കൗൺസിലുകൾ നടന്നു, ചർച്ചകൾ തീവ്രമായിരുന്നു, വ്യക്തത പതുക്കെ ഉയർന്നു വന്നു. കാരണം പരിശുദ്ധാത്മാവ് രൂപപ്പെടുത്തുകയും ശുദ്ധീകരിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്തു. കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥം പഠിപ്പിക്കുന്നതുപോലെ ശരീരത്തിന് ആത്മാവ് എന്താണെന്നും പരിശുദ്ധാത്മാവ് സഭയ്ക്ക് പരിശുദ്ധാത്മാവാണ്. അവനില്ലാതെ നമുക്ക് ഇപ്പോഴും പ്രവർത്തിക്കാം, പക്ഷേ നമുക്ക് ജീവൻ നൽകാനാവില്ല. ഈ ജീവനുള്ള പോരാട്ടം ആത്മാവിന്റെ ആകൃതിയിലുള്ള സഭയിലേക്ക് യേശുക്രിസ്തുവിന്റെ ശബ്ദം പറയുന്നു. ഞാൻ വഴിയും സത്യവും ജീവനുമാണ്, ഞാൻ നിങ്ങൾക്ക് വഴി കാണിച്ചു തരാം എന്ന് അവൻ പറയുന്നില്ല, ഞാൻ വഴിയാണ് എന്ന് പറയുന്നു. ഒരിക്കൽ ഒരു ആശുപത്രിയിൽ വെച്ച് വഴിതെറ്റിയ ഒരാൾ വഴി ചോദിച്ചു. സ്റ്റാഫ് അംഗം മറുപടി പറഞ്ഞു, ഞാൻ അവിടെ പോകുന്നു, എന്നോടൊപ്പം വരൂ. അവൻ വഴി ചൂണ്ടിക്കാണിച്ചില്ല, അവൻ വഴി നടന്നു. അതാണ് ക്രിസ്തു. അവൻ ഒരു വിദൂര നിർദ്ദേശമല്ല, അവൻ ഒരു സാന്നിധ്യമാണ്. അവൻ നമ്മോടൊപ്പം നടക്കുന്നു. നടക്കാൻ നമുക്ക് വളരെ ക്ഷീണമുണ്ടാകുമ്പോൾ അവൻ നമ്മെ വഹിക്കുന്നു. മണലിലെ കാൽപ്പാടുകളുടെ നിശബ്ദ പ്രതിച്ഛായ പോലെ ഏറ്റവും പ്രയാസകരമായ നിമിഷങ്ങളിൽ ഒരു കൂട്ടം മാത്രമേ ഉള്ളൂ, കാരണം അവൻ നമ്മെ ചുമന്നു. അവൻ വഴിയാണെങ്കിൽ നമ്മൾ ചോദിക്കണം, നമ്മൾ ആളുകളോടൊപ്പം നടക്കുന്നുണ്ടോ, അതോ അവരെ മുന്നോട്ട് നയിക്കുന്നതാണ്? നമ്മൾ സംഘടിപ്പിക്കുന്നുണ്ടോ, എന്നാൽ അനുഗമിക്കുന്നതിൽ പരാജയപ്പെടുന്നുണ്ടോ? നമ്മൾ ഉപദേശിക്കുന്നുണ്ടോ, എന്നാൽ അരികിലൂടെ സഞ്ചരിക്കുന്നില്ലേ? അവൻ സത്യമാണ്. ആശയക്കുഴപ്പം നിറഞ്ഞ ഒരു ലോകത്ത് സത്യം അസ്വസ്ഥതയുണ്ടാക്കുന്നു. സഭയ്ക്കുള്ളിൽ പോലും സത്യത്തെ മൃദുവാക്കാനും അത് അംഗീകരിക്കപ്പെടാൻ വേണ്ടി അത് മൃദുവാക്കാനും അല്ലെങ്കിൽ സ്നേഹമില്ലാതെ സത്യം സംസാരിക്കാനും പരുഷമായി മാറാനും ഒരു പ്രലോഭനം ഉണ്ടാകാം. ബെനഡിക്ട് 16 മാർപ്പാപ്പ പലപ്പോഴും പഠിപ്പിച്ചതുപോലെ സത്യത്തെയും സ്നേഹത്തെയും വേർതിരിക്കാനാവില്ല. സ്നേഹമില്ലാത്ത സത്യത്തിൽ അത് മുറിവേൽപ്പിക്കുന്നു, സത്യമില്ലാത്ത സ്നേഹത്തിൽ അത് ദുർബലമാകുന്നു. ക്രിസ്തുവിൽ അവർ പൂർണ്ണമായി കണ്ടുമുട്ടുന്നു. അവൻ ജീവനാണ്. മരണാനന്തര ജീവിതം മാത്രമല്ല, ഇപ്പോഴത്തെ ജീവിതവും അർത്ഥം, സമാധാനം, സ്നേഹം. അതിനാൽ നമ്മൾ സൗമ്യമായി ചോദിക്കണം, ആളുകൾ സഭയെ ജീവൻ നൽകുന്നതായി അനുഭവിക്കുന്നുണ്ടോ, അതോ ഒരു ഭാരമായിട്ടാണ്? ആദ്യകാല സഭ സജീവമായിരുന്നത് അത് പൂർണ്ണമായതുകൊണ്ടല്ല, മറിച്ച് ആത്മാവ് സജീവമായിരുന്നതുകൊണ്ടാണ്. ഇപ്പോയിലെ വിശുദ്ധ അഗസ്റ്റിൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നതുപോലെ ദൈവത്തിൽ വിശ്രമിക്കുന്നതുവരെ നമ്മുടെ ഹൃദയങ്ങൾ അസ്വസ്ഥമായിരിക്കും. തുടർന്ന് ഒരു അത്ഭുതകരമായ വാഗ്ദാനമുണ്ട്. എന്നിൽ വിശ്വസിക്കുന്നവൻ ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ ചെയ്യും, ഇവയേക്കാൾ വലുതും. ആദ്യം ഇത് അസാധ്യമാണെന്ന് തോന്നുന്നു. ക്രിസ്തുവിനേക്കാൾ വലിയ പ്രവൃത്തികൾ നമുക്ക് എങ്ങനെ ചെയ്യാൻ കഴിയും? നാം അവനെ മറികടക്കുമെന്ന് അവൻ പറയുന്നില്ല,
അവന്റെ പ്രവൃത്തി ഇനി പരിമിതമാകില്ലെന്ന് അവൻ വെളിപ്പെടുത്തുന്നു. വലുത് എന്നാൽ കൂടുതൽ ശക്തൻ എന്നല്ല, അതിനർത്ഥം വിശാലം, ആഴം, പരിധികൾക്കപ്പുറം എന്നാണ്. പെന്തക്കോസ്തിനു ശേഷം മത്സ്യത്തൊഴിലാളികൾ രാഷ്ട്രങ്ങളിലേക്ക് പ്രസംഗകരായി. സുവിശേഷം ഭാഷകൾ, സംസ്കാരങ്ങൾ, ഭൂഖണ്ഡങ്ങൾ എന്നിവ കടന്നു. സഭാ ചരിത്രത്തിൽ അവന്റെ ജീവനുള്ള സാന്നിധ്യമായി മാറി. സ്നാനത്തിലൂടെ നാം അവനിലേക്ക് ഐക്യപ്പെടുന്നു. ദിവ്യകാരുണ്യത്തിലൂടെ അവന്റെ ജീവിതം നമ്മിൽ ഒഴുകുന്നു. സ്ഥിരീകരണത്തിലൂടെ അവന്റെ ആത്മാവ് നമ്മെ ശക്തിപ്പെടുത്തുന്നു. അനുരഞ്ജനത്തിലൂടെ നാം വീണ്ടും വീണ്ടും പുനഃസ്ഥാപിക്കപ്പെടുന്നു. നമ്മൾ ഒറ്റയ്ക്ക് പ്രവർത്തിക്കുന്നില്ല, ക്രിസ്തു നമ്മിലൂടെ പ്രവർത്തിക്കുന്നു. ആരെങ്കിലും മനുഷ്യശക്തിക്ക് പുറം ക്ഷമിക്കുമ്പോൾ അതാണ് അവന്റെ പ്രവൃത്തി. ആരെങ്കിലും ദൈവത്തിലേക്ക് മടങ്ങുമ്പോൾ അതാണ് അവന്റെ പ്രവൃത്തി. സ്നേഹം പരിധികൾക്കപ്പുറം എത്തുമ്പോൾ അതാണ് നമ്മിൽ അവന്റെ ജീവിതം. ക്രിസ്തുവിനേക്കാൾ കൂടുതൽ നമ്മൾ ചെയ്യുന്നു എന്നല്ല, മറിച്ച് ക്രിസ്തു നമ്മളിലൂടെ കൂടുതൽ ചെയ്യുന്നു എന്നാണ്. അതിനാൽ നമ്മൾ തുടക്കത്തിലേക്ക് മടങ്ങുന്നു. സഭയെ ഘടനകളോ പരിപാടികളോ ഒന്നിച്ചു നിർത്തുന്നില്ല, ക്രിസ്തു അടിത്തറയായും പരിശുദ്ധാത്മാവ് ബന്ധനമായും അതിനെ ഒന്നിച്ചു നിർത്തുന്നു. ആവിലയിലെ വിശുദ്ധ തെരേസ് നമ്മെ ഓർമ്മിപ്പിക്കുന്നതുപോലെ, ക്രിസ്തുവിന് ഇപ്പോൾ നിങ്ങളുടേതല്ലാതെ മറ്റൊരു ശരീരമില്ല, കൈകളില്ല, കാലുകളുമില്ല, ഭൂമിയിൽ നിങ്ങളുടേതല്ലാതെ. പത്രോസിന്റെ 1-ാം ലേഖനത്തിൽ വിശുദ്ധ പത്രോസ് എഴുതിയതുപോലെ, നാം ഒരു ആത്മീയ ഭവനമായി പണിയപ്പെടുന്ന ജീവനുള്ള കല്ലുകളാണ്. അതിനാൽ ഇന്ന് ചിന്തിക്കാൻ മാത്രമല്ല, തിരിച്ചുവരാനും നമ്മെ ക്ഷണിക്കുന്നു. മറ്റുള്ളവരോടൊപ്പം നടന്നുകൊണ്ട് വഴിയിലേക്ക് മടങ്ങുക. സ്നേഹത്തോടെ സംസാരിച്ചുകൊണ്ട് സത്യത്തിലേക്ക് മടങ്ങുക. ആത്മാവിൽ ജീവിക്കുന്നതിലൂടെ ജീവനിലേക്ക് മടങ്ങുക. എഫെസ്യർക്കുള്ള ലേഖനത്തിൽ വിശുദ്ധ പൗലോസ് ആഹ്വാനം ചെയ്യുന്നതുപോലെ, സമാധാന ബന്ധത്തിൽ ആത്മാവിന്റെ ഐക്യം നിലനിർത്താൻ എല്ലാ ശ്രമങ്ങളും നടത്തുക. കർത്താവായ യേശുവേ, ഞങ്ങളുടെ ജീവിതത്തിന്റെ അടിത്തറയായിരിക്കുക. പരിശുദ്ധാത്മാവേ, ഞങ്ങളെ ഒന്നിച്ചു നിർത്തുന്ന ചാന്തായി മാറണമേ. ഭിന്നതയുള്ളിടത്ത് ഐക്യം കൊണ്ടുവരണമേ. ആശയക്കുഴപ്പമുള്ളിടത്ത് സത്യം കൊണ്ടുവരണമേ. ശൂന്യതയുള്ളിടത്ത് ജീവൻ കൊണ്ടുവരണമേ. കാരണം നീയില്ലാതെ നമുക്ക് പണിയാൻ കഴിയും, പക്ഷേ അത് നിലനിൽക്കില്ല. എന്നാൽ അങ്ങയുടെ കൂടെ തകർന്ന കല്ലുകൾ പോലും ഒരു ജീവനുള്ള സഭയായി മാറുന്നു. അങ്ങയുടെ സാന്നിധ്യത്തിന്റെ ഒരു വാസസ്ഥലം. ആമേൻ.